പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ബീഹാറിലെ അടിത്തട്ടിലുള്ള ജനങ്ങളെ ആകെ ഇളക്കി മറിച്ചുകൊണ്ട് കഴിഞ്ഞ 17 മുതൽ ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിലൊന്നായ RJDയുടെ നേതാവായിട്ട് തേജസ്വി യാദവുമായി ചേർന്ന് നടത്തിയ ആ ഉജ്ജ്വലമായിട്ടുള്ള പദയാത്ര ഇക്കഴിഞ്ഞ ദിവസം പാറ്റ്നയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സമാപന യോഗത്തോടുകൂടി അവസാനിച്ചു. അതിനെ തുടർന്ന് ഈ വോട്ട് കൊള്ള നടത്തിയതിന്റെ വിശദാംശങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങളുമായി സംബന്ധിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനകൾ നടത്തും എന്ന് രാഹുൽ ഗാന്ധി അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ടാണ് അവിടെ ബീഹാറിൽ ഈ ജാഥ നടന്നത് എന്ന് നമുക്കറിയാം. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ മുന്നണിയാണ് 2024 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ആ മത്സരിച്ച് 100 സീറ്റിൽ കൂടുതൽ അവർക്ക് ലഭിച്ചുവെങ്കിലും കഴിഞ്ഞ ഒരു വർഷത്തിലധികം കാലത്തെ പ്രവർത്തനം എടുത്തു നോക്കിയാൽ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനം ഏതാണ്ട് മരവിച്ചു നിൽക്കുകയായി. ഏതാണ്ട് വലിയ തോതിൽ നിർജീവമായിരുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനം. രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം തന്നെ വളരെ നിർജീവമാണ് എന്നുള്ള നിലയിലുള്ള വലിയ വിമർശനങ്ങൾ ഇന്ത്യ മുന്നണിക്കകത്ത് നിന്ന് ഉയർന്നു വന്നു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം പാർലമെന്റിനകത്ത് മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ള വിമർശനം ഉയർന്നു വന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി മോദി സർക്കാരിനെതിരെ യാതൊന്നും പ്രതിപക്ഷത്തിന് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള അഭിപ്രായം ഉയർന്നു വന്നു. പ്രതിപക്ഷത്തിനിടയിൽ തന്നെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമായി. ആം ആദ്മി പാർട്ടി പ്രതിപക്ഷത്ത് ഇന്ത്യ മുന്നണിയിൽ നിന്ന് അവർ വിട്ടുപോയി. തൃണമൂൽ കോൺഗ്രസിനും വലിയ തോതിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നു. CPIക്കും CPMനും ഒക്കെ അതൃപ്തി ഉണ്ടായിരുന്നു. കോൺഗ്രസിനകത്ത് തന്നെ പടലപ്പിണക്കങ്ങൾ ശക്തിപ്പെട്ടു വരികയായി. ആ നിലയിലുള്ള വലിയ തോതിലുള്ള അന്തഛിദ്രങ്ങൾ ഇന്ത്യ മുന്നണിയിൽ തന്നെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 7-ാം തീയതി BJP സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ച് ചെയ്ത വലിയൊരു വോട്ട് കൊള്ളയുടെ ഞെട്ടിക്കുന്ന ചിത്രവുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത്. കർണാടകത്തിലെ ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിലെ യശ്വന്ത്പുര എന്ന് പറഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് BJP നടത്തിയിട്ടുള്ള വോട്ട് കൊള്ളയുടെ ഞെട്ടിക്കുന്ന ചിത്രങ്ങൾ, കണക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥിതിവിവര കണക്കുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് 7-ന് നടത്തിയിട്ടുള്ള ഒരു പത്രസമ്മേളനം വലിയ തോതിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിയെ ഈ പറഞ്ഞ പോലെ ഗാൽവനൈസ് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും. അതുവരെ ഇന്ത്യ മുന്നണിയോട് മുഖതിരിഞ്ഞ പാർട്ടികൾ അവർ തിരിച്ച് ഇന്ത്യ മുന്നണിയിലേക്ക് വന്നു. ആം ആദ്മി പാർട്ടി തിരിച്ചു വന്നു, തൃണമൂൽ കോൺഗ്രസ് തിരിച്ചു വന്നു, മുന്നണി ശക്തിപ്പെടുന്നു എന്നുള്ളൊരു നില വന്നു. അതിനെ തുടർന്നാണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 17 മുതൽ തെരഞ്ഞെടുപ്പ് 2 മാസങ്ങൾക്ക് മുമ്പ് നടക്കാൻ പോകുന്ന ബീഹാർ എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും കൂടി ചേർന്നിട്ട് വലിയൊരു യാത്ര ആസൂത്രണം ചെയ്തത്. ഏതാണ്ട് 100-ലധികം മണ്ഡലങ്ങളിലൂടെ ഏതാണ്ട് 1300 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു യാത്ര ആസൂത്രണം ചെയ്യപ്പെട്ടു. ആ യാത്രയിലൂടെ ഈ വോട്ട് ചോരിയുടെ, ഈ വോട്ട് കൊള്ളയുടെ യഥാർത്ഥ ചിത്രം ബീഹാറിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും കൂടി ചേർന്ന് ഈ യാത്ര ആസൂത്രണം ചെയ്തത്. ആ യാത്ര വലിയ തോതിൽ ജനങ്ങളെ ആകർഷിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാതി വിഭാഗമായിട്ടുള്ള യാദവന്മാർ, അവരാണ് നിതീഷ് കുമാറിനെ ഒക്കെ അവർ അധികാരത്തിലെത്തിയത്. അവർ പതിറ്റാണ്ടുകളായി ലല്ലു പ്രസാദ് യാദവിന്റെ RJDയുടെ ഒപ്പമായിരുന്നെങ്കിൽ യാദവന്മാർ വലിയ തോതിൽ ലല്ലു പ്രസാദ് യാദവിനെ, തേജസ്വി യാദവിനെ ഒക്കെ വിട്ട് BJPയുടെ നിതീഷ് കുമാറിലേക്ക് ചേക്കേറുന്നതാണ് നമ്മൾ കണ്ടത്. യാദവ് എന്ന് പറയുന്ന ആ വിഭാഗങ്ങൾ വലിയ തോതിൽ RJDയെയും കോൺഗ്രസിനെയും പിന്തുണയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നാണ് ഈ ജാഥയെ നിരീക്ഷിക്കുന്നവർ പറയുന്നത്. അതുപോലെ തന്നെ വലിയ തോതിൽ മുസ്ലിം ജനവിഭാഗം അവര് ഈ പ്രതിപക്ഷ മുന്നണിയെ പിന്തുണയ്ക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ബീഹാറിലെ 65 ലക്ഷത്തോളം വോട്ടർമാരെ ഒഴിവാക്കിയ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞ SIR എന്ന് പറഞ്ഞ ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധവും എതിർപ്പും ബീഹാറിലെ താഴെത്തട്ടിലുള്ള ജനങ്ങളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, ഈ ഒരു യാത്ര പ്രതിപക്ഷത്തെ ശക്തിപ്പെടുത്തി എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എനിക്ക്. പ്രതിപക്ഷ പ്രവർത്തനം എങ്ങനെ ജനകീയമാക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഈ ജാഥ. ഈ ജാഥ പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളെയും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു ഗ്ലൂ ആയി മാറി എന്നാണ് ഈ ജാഥയെ നിരീക്ഷിച്ചവർ പറയുന്നത്. ഈ ജാഥയുടെ തുടക്കത്തിൽ നോക്കിയാൽ ഇടതുപക്ഷ പാർട്ടികളൊക്കെ ഈ ജാഥയോട് സഹകരിച്ചു. ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ പാർട്ടികളുടെ ദേശീയ നേതാക്കന്മാർ, ഇപ്പോൾ CPMന്റെ ദേശീയ നേതാവായിട്ടുള്ള MA ബേബി, CPIയുടെ നേതാക്കന്മാർ, അവരൊക്കെ അതിൽ പങ്കെടുത്തു. അതിന്റെ സമാപന യോഗത്തിലും ഇവരെല്ലാം പങ്കെടുത്തു. CPIയുടെ CPMന്റെ ഒക്കെ ദേശീയ നേതാക്കന്മാരും പങ്കെടുത്തു. സുഹൃത്തുക്കളെ, ആ ജാഥയ്ക്കിടയിൽ ഇന്ത്യ മുന്നണിക്ക് ഉള്ള അവരുടെ മുഖ്യമന്ത്രിമാർ മിക്കവാറും എല്ലാവരും തന്നെ പങ്കെടുത്തു. ആരൊക്കെ പങ്കെടുത്തു? ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് സോറൻ പങ്കെടുത്തു, കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ പങ്കെടുത്തു, തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പങ്കെടുത്തു, തൃണമൂൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മമതാ ബാനർജി പങ്കെടുത്തില്ലെങ്കിൽ പോലും അവരുടെ പ്രതിനിധി യൂസഫ് പത്താനെ ആ യോഗത്തിൽ അവരയച്ചു. പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന BJPക്കെതിരെ ശക്തിയുക്തം പോരാടുന്നു എന്ന് പറയുന്ന CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ആ വോട്ട് ചോരി യാത്രയിൽ
ഒരിടത്തും പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, പങ്കെടുക്കാതിരുന്നതിന് വേണ്ട ന്യായീകരണങ്ങളൊക്കെ പറയാം. ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും വേറെ ഒരുപാട് പണികളുണ്ടെന്നോ ഇതൊക്കെ പറഞ്ഞൊക്കെ ഒഴിവാകാം. ഇതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ വോട്ട് ചോരി യാത്രയെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രസ്താവന പോലും ഇറക്കിയില്ല പിണറായി വിജയൻ. ഒരു പ്രസ്താവന ഇറക്കിയില്ല. വോട്ട് ചോരി യാത്രയെ പിന്തുണച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും പിണറായി വിജയൻ ഇറക്കിയില്ല. സുഹൃത്തുക്കൾ, ഒന്ന് ആലോചിച്ചു, എത്ര നീചമായിട്ടുള്ള സമീപനം ആലോചിച്ചു. BJP എന്ന് പറഞ്ഞ ഈ സർക്കാരിനെ മൊത്തം അതിന്റെ വിശ്വാസ്യത മുഴുവൻ തകർത്ത ഒരു പ്രചരണമായിരുന്നില്ലേ ഈ വോട്ട് ചോരി, ഈ വോട്ട് കൊള്ളക്കെതിരായിട്ടുള്ള ഈ ക്യാമ്പയിൻ, ഈ പ്രചരണം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ആ പ്രചരണം വലിയ പിന്തുണയല്ലേ പ്രതിപക്ഷത്തിന് അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടാക്കിയെടുത്തത്. രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് 7 നടത്തിയ പത്രസമ്മേളനത്തെ തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് വലിയ തോതിൽ മുകളിലോട്ട് കയറുകയായിരുന്നു. വലിയ തോതിലുള്ള പിന്തുണയല്ലേ ഉണ്ടാക്കിയെടുത്തത്. ആ ഉണ്ടാക്കിയെടുത്ത പിന്തുണയിൽ നിന്ന് മാറി നിൽക്കാൻ CPIയുടെയും ദേശീയ നേതാക്കന്മാർക്ക് പോലും കഴിഞ്ഞില്ല. MABക്ക് പോലും കഴിഞ്ഞില്ല. MAB കഴിഞ്ഞ ദിവസം നിന്നുകൊണ്ട് ഈ വോട്ട് ചോരി യാത്രയെ മുക്തകണ്ഠം പ്രശംസിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ കേരളത്തിൽ, ഇന്ത്യയിൽ ആകപ്പാടെയുള്ള ഒരു CPMന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാക്ക്, ഒരക്ഷരം ഈ ജാഥയെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അയാൾ ആരെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കണ്ടേ സുഹൃത്തുക്കളെ. അയാൾ BJPക്കെതിരെ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഉളുപ്പുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണ്ടേ. അയാൾ BJPക്കെതിരായിട്ട് പറയുന്ന മുഴുവൻ വെറും അസംബന്ധങ്ങളാണ്, വെറും വാചാടോപങ്ങളാണ് എന്ന് നമ്മൾ വിശ്വസിക്കണ്ടേ. BJP എന്താ ചെയ്തത്? BJP ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുകയല്ലേ BJP ചെയ്തത്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുകയല്ലേ BJP ചെയ്തത്. തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിക്കൊണ്ട് BJP അധികാരത്തിൽ വന്നല്ലേ കർണാടകത്തിലെ അനുഭവം തെളിയിക്കുന്നത്. ബീഹാറിൽ 65 ലക്ഷം പേരുടെ തെരഞ്ഞെടുപ്പ് വോട്ടവകാശം ഇല്ലാതാക്കുകയല്ലേ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ BJPക്കെതിരെ അരയും തലയും മുറുക്കി രംഗത്ത് ഇറങ്ങാനുള്ള ഉത്തരവാദിത്വം പ്രധാനമായിട്ടുള്ള ആളല്ലേ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ CPMന്റെ മുഖ്യമന്ത്രി. അയാൾ ഏത് മാളത്തിലാണ് വിളിച്ചിരിക്കുന്നത്? അയാൾ BJPയുടെ പൃഷ്ഠം താങ്ങുകയല്ലേ, BJPയുടെ മൂട് താങ്ങുകയല്ലേ അയാൾ യഥാർത്ഥത്തിൽ ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വോട്ട് ചോരി യാത്രയെക്കുറിച്ച് എന്താണ് പിണറായി വിജയന്റെ അഭിപ്രായം എന്ന് പറയാൻ അയാൾക്ക് ബാധ്യതയില്ലേ? വോട്ട് ചോരി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയെ തകർക്കുന്ന പണിയാണോ? വോട്ട് ചോരി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇലക്ഷൻ സംവിധാനത്തെ തകർക്കുന്ന പണിയാണോ? വോട്ട് ചോരി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനങ്ങളുടെ വോട്ടവകാശം ഇല്ലാതാക്കുന്ന പ്രവർത്തനമാണോ? ബീഹാറിൽ 65 ലക്ഷം പേരുടെ വോട്ടവകാശം ഇല്ലാതാക്കിയത് ജനാധിപത്യത്തിന് ഗുണകരമാണോ ദോഷകരമാണോ? ഇതൊക്കെ പറയാനുള്ള ബാധ്യത, ഉത്തരവാദിത്വം, ചുമതല അത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ലേ സുഹൃത്തുക്കളെ. ഏത് മാളത്തിലാണ് അയാളുള്ളത്? അയാൾ എന്ത് ജനാധിപത്യം സംരക്ഷിക്കുമെന്നാണ് അയാൾ പറയുന്നത്? ജനാധിപത്യത്തിന്റെ എന്ത് സംരക്ഷകനാണെന്നാണ് പിണറായി വിജയൻ അവകാശപ്പെടുന്നത്? അതുകൊണ്ട് പിണറായി വിജയന്റെ ഈ അർത്ഥഗർഭമായിട്ടുള്ള മൗനം, അല്ലെങ്കിൽ പിണറായി വിജയന്റെ കുറ്റകരമായിട്ടുള്ള മൗനം യഥാർത്ഥത്തിൽ മോദിക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായി വരികയാണ് എന്ന് നമ്മൾ കാണാൻ കഴിയും. ജനാധിപത്യത്തെ കഴുത്തി ഞെരിച്ചു കൊല്ലുന്ന ഈ പണി BJP സർക്കാർ ചെയ്യുമ്പോൾ പിണറായി വിജയൻ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് പിണറായി വിജയന്റെ ഈ സമീപനം BJPയുടെ മൂട് താങ്ങുന്നതിന് തുല്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ ജനാധിപത്യത്തെ കഴുത്തി ഞെരിച്ചു കൊല്ലുന്ന BJPയുടെ ഈ സമീപനത്തിനെതിരായി പിണറായി വിജയൻ മിണ്ടാതിരിക്കുമ്പോൾ അത് BJPക്ക് ഓശാര പാടുന്നതായി നമ്മൾ മനസ്സിലാക്കണം. പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് BJPക്കെതിരെ പിണറായി വിജയൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും മുഖവിലക്കെടുക്കാൻ ജനങ്ങൾ തയ്യാറാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ടാണ് BJP അധികാരത്തിൽ വന്നത് എന്ന പ്രചരണം ശക്തമായി മുന്നോട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷം കൊണ്ടുപോകുമ്പോൾ ആ കാര്യത്തിൽ ഒരു അഭിപ്രായം പോലും പറയാനുള്ള നട്ടല്ലോ ആർജവും ഇല്ലാത്ത പിണറായി വിജയൻ മോദിയെയും അമിത്ഷായെയും അകമഴിഞ്ഞ് പിന്തുണച്ച് അവരുടെ മൂട് താങ്ങി നിൽക്കുകയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം.